നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്. എനിക്ക് നിങ്ങളുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര വണ്ടറായി. കാരണം ഞാൻ പല യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ പല കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും പല സബ്സ്ക്രൈബേഴ്സും മറ്റുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര വണ്ടറായി. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. പെസഹ ഒരുക്കി സന്ധ്യയായപ്പോൾ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങൾ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ ഒരു വട്ടയപ്പം നമ്മൾ പുഴുങ്ങിയത് നമുക്ക് കുറച്ച് മുറിക്കാം. വെറുതെ ഉണ്ണിക്ക് കൊതിക്കുണ്ടാക്കിയതാ. ഹായ്, വെള്ളിയാഴ്ചയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഞാനിത് ഷൂട്ട് ചെയ്യുന്ന പെസഹ വ്യാഴാഴ്ചയുടെ അന്നാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ വീടുകളിൽ പെസഹ വ്യാഴാഴ്ച അപ്പം മുറിച്ചെങ്കിൽ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയട്ടോ. ഇവിടെ ഇന്ന് പെസഹ വ്യാഴ ഇല്ല. കാരണം അമ്മയുടെ അതായത് അപ്പച്ചൻ്റെ ഒരു ക്ലോസ് റിലേഷൻ മരിച്ചുപോയി. ഞാനത് ആരഞ്ച് കൃത്യമല്ല, അമ്മ ചോദിച്ച് പറഞ്ഞുതരാം. ഉപ്പാപ്പൻ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ അപ്പം മുറിയില്ല. വട്ടയപ്പം പുഴുങ്ങുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു അമ്മ. അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പം മുറിയില്ല ഇവിടെ. നിങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. കൊഴുപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നു. ഈ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞു, നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാനോ എൻ്റെ ശിഷ്യന്മാരുമായി നിൻ്റെ അടുക്കൽ പെസഹ കഴിക്കുമെന്ന് ഗുരു പറയുന്നു എന്ന് പറയുവാൻ ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. പെസഹ ഒരുക്കി സന്ധ്യയായപ്പോൾ 12 ശിഷ്യന്മാരോടുകൂടെ പന്തിയിലിരുന്നു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ നിങ്ങൾ ഒരുവൻ എന്നെ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ അത്യന്തം ദുഃഖിച്ചു. ഇങ്ങനെ കുഞ്ഞ് അപ്പഴത്തിനാണ് തന്നോ? ഇത് മൊത്തത്തിൽ എടുക്കണം ഫോട്ടോ. വേറെ വലിയ അപ്പം ഉണ്ടോ? അത് നമ്മുടെ അപ്പമാണോ? അത് ഞാൻ വെറുതെ വട്ടയപ്പം ഉണ്ടാക്കിയതാ. ഓക്കെ, ഇതല്ലേ? എനിക്കുള്ളത് ഞാൻ അതിന്റെ കുറിച്ച് കഴിച്ചോളായിരിക്കല്ലേ? ഇത് കത്തി മാത്രല്ല എനിക്ക് സുഖമില്ലല്ലോ, എനിക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നമ്മളെന്താ പിന്നെ പെസഹാപ്പം മുഴുവനാത്തെ 2 കാരണങ്ങളുണ്ട്. ഒന്ന് ഒരു മരിച്ചതുകൊണ്ട്, അതാ അപ്പച്ചൻ്റെ ആരാ? സ്വന്തം അനിയൻ. പിന്നെ എനിക്ക് ഒന്നങ്ങനെ ഉണ്ടാക്കാനുള്ള ഇതിപ്പോൾ അപ്പത്തെ വീട്ടിൽ അമ്മേൻ്റെ അവിടെ അപ്പം മുഴുകിയിട്ട് നമുക്ക് കൊണ്ട് തന്ന കേട്ടോ. നമുക്കത് വിശ്വാസം ഉണ്ടെന്ന് തോന്നില്ലേ അമ്മ? അതിൽ നമ്മുടെ കുടുംബത്തിലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അപ്പം പുഴുങ്ങാൻ പാടില്ല എന്നുണ്ട് അല്ലേ? ഇല്ലല്ലേ? ഈ വട്ടയപ്പം നമ്മൾ ഉണ്ടാക്കുക. ഞാൻ വെറുതെ കുറിച്ചെടുത്ത് വെച്ച് ഈ ഒരു വട്ടയപ്പം നമ്മൾ പുഴുങ്ങിയത് നമുക്ക് കുറച്ച് മുറിക്കാം. വെറുതെ ഉണ്ണിക്ക് കൊതിക്കുണ്ടാക്കിയതാ. അപ്പോഴേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇന്നിപ്പോൾ ഇത്രേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ഇൻസ്റ്റാഗ്രാമിനും യൂട്യൂബിനും 2ആയിട്ട് ഷൂട്ട് ചെയ്യും എങ്കിലും ഇതേപോലുള്ള ചില വീഡിയോകൾ ഒരുമിച്ച് ഇടാമെന്ന് വിചാരിക്കുക. കാരണം
ഈ പെസഹയുടെ അപ്പം മുറികളൊന്നും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു സ്റ്റോറി ഞാൻ പറയാം. ആ സ്റ്റോറി പറഞ്ഞിട്ട് ഞാൻ ആ കാര്യം പറയാം. അതായത് കഴിഞ്ഞ മുമ്പത്തെ വർഷം ഫേസ്ബുക്കിൽ ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയ ഒരു സമയത്ത് എനിക്ക് ഒരാളൊരു മെസ്സേജ്, ഞാൻ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാറുണ്ട്, എനിക്ക് നിങ്ങളുടെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കണ്ടൻറ്റ് ഭയങ്കര ഇഷ്ടമാണ്, ഇത്രയും ഈ ഒരു ഭിന്നശേഷിയൊക്കെ ഉണ്ടെങ്കിലും മോനിങ്ങനെ ഇത്രയും കാലമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കൊരു ഗിഫ്റ്റ് തരാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഭയങ്കര വണ്ടറായി. കാരണം ഞാൻ പല യൂട്യൂബേഴ്സിനും അല്ലെങ്കിൽ പല കണ്ടൻറ് ക്രിയേറ്റേഴ്സിനും പല സബ്സ്ക്രൈബേഴ്സും മറ്റുമൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര വണ്ടറായി, ഗിഫ്റ്റോ, എന്ത് ഗിഫ്റ്റ്? അപ്പം ഈ ഒരു മൈക്ക്, ഹോളിലാൻഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു മൈക്കാണ് ആളെനിക്ക് ഓഫർ ചെയ്തത്. അപ്പോൾ ഒരു 13,000 സംതിങ് എനിക്ക് അയക്കാമെന്നൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അത് കഴിയുമ്പോൾ ആളെന്നോട് പറഞ്ഞു, ഞാനിത് അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് മോൻ എന്ത് ചെയ്യുക, എന്നെ ഫുൾ ബ്ലോക്ക് ചെയ്യുക, ഞാനുമായിട്ടൊരു കോൺടാക്റ്റ് വേണ്ട, ഞാൻ ഇത് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ അയച്ച കാര്യം എവിടെയും പറയുകയും വേണ്ടെന്ന് പറഞ്ഞു. ഞാനത് അങ്ങനെ അങ്ങ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കറക്റ്റ് സ്കോളർഷിപ്പിൻ്റെ പൈസ ക്രെഡിറ്റ് ആവുകയും ചെയ്തു. ഞാൻ ഈ സാധനം ഓർഡറും ചെയ്തു. പിന്നെ അമ്മ എന്നോട് ചോദിച്ച് പിടിച്ച് വന്നപ്പോഴാണ് ഇത് സ്കോളർഷിപ്പിനെയൊന്നും മനസ്സിലായതും പിന്നെ ഞാനതങ്ങ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു കേട്ടോ. അതെന്താ അവിടെ സംഭവിച്ചത് എനിക്ക് ഇപ്പോഴും അറിയില്ല. മിസ്കമ്മ്യൂണിക്കേഷനാണോ അല്ലെങ്കിൽ പറ്റിച്ചതാണോ എനിക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഈ അടുത്ത ദിവസം 3-4 ദിവസമായി ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നത്, ആരായെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇതേപോലെ ഗിഫ്റ്റ് ഓഫർ ചെയ്തിട്ട്. അത് നടക്കുമെന്നൊന്നും എനിക്കറിയില്ല. നടക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ വരുമ്പോൾ നിങ്ങളെ കാണിക്കാം, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ ഇങ്ങനൊരു കാര്യം നടന്നു എന്ന് ഞാൻ പറഞ്ഞത് അന്ന് ഞാനത് ഇവിടെ പറഞ്ഞില്ലായിരുന്നു. അന്ന് എന്താ ആക്റ്റീവ് അല്ലായിരുന്നോ അതോ എന്തോ പറഞ്ഞില്ല, പറയണമെന്ന് വിചാരിച്ചിട്ടാണെന്ന് ഓർമ്മയില്ല, എന്തായാലും പറഞ്ഞില്ല. ഇപ്പോൾ പറയുന്നു, ഈ പുതിയൊരു കേസും ഇപ്പോൾ പറയുന്നു. കിട്ടിയാൽ കിട്ടി എന്ന് പറയാം. ആളെന്നെ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. കേൾക്കുന്നുണ്ടെങ്കിൽ ഡിയർ ഫ്രണ്ട്, ഞാനൊരിക്കലും താങ്കളെ അടിച്ച് താത്താൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞതല്ല കേട്ടോ, എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞതാണേ, വേറെ തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ. അങ്ങനെ അപ്പോൾ ശരി, നമുക്ക് കാണാം, നാളത്തെ വീട്ടിൽ കാണാം, ബൈ.